dear students, welcome back to my channel, your online Teacher-Malayalam. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും ഈ ചാപ്റ്ററും നെക്സ്റ്റ് ചാപ്റ്ററും അല്ലേ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ മാർക്കറ്റും. ബിസിനസ് സ്റ്റഡീസിലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ പഠിക്കാനും ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ വളരെ സിമ്പിളാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഫോക്കസ് ഏരിയ നമുക്ക് നോക്കാം. സോ ഫിനാൻസ് എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണല്ലേ ഫിനാൻസ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഫിനാൻസ് ആവശ്യമുണ്ട്. ആസറ്റ്സ് വാങ്ങിക്കണം, ദെൻ എന്താണ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും ഫിനാൻസ് ആവശ്യമാണ്. സോ അതിനാവശ്യമുള്ള ആ ഫണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ഫിനാൻസിൻ്റെ മാനേജ്മെൻറ്റ്, ഫിനാൻസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോളിങ് ചെയ്യുക. അതായത് നമുക്ക് പല രീതിയിൽ ഫിനാൻസ് വേണം അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് ഫിനാൻസ് റേസ് ചെയ്യാം, ഫണ്ട് റേസ് ചെയ്യാം. ദെൻ എന്താണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, പല വഴികളുണ്ട്. സോ ഈ ഒരു പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ കളക്ട് ചെയ്യുന്നതെന്നുള്ളത്. സോ എങ്ങനെ ഇത് കളക്ട് ചെയ്യണം, എങ്ങനെയെല്ലാം ഇത് യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഓണേഴ്സിന് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു വലിയൊരു ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 3 ഡിസിഷൻസ് ആണ് അതിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് ഫിനാൻസിങ് ഡിസിഷൻ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിലുള്ള ഫണ്ട് ഉണ്ടല്ലോ, ഫിനാൻസ് ഉണ്ടല്ലോ, അത് ഈ പറയുന്ന അസറ്റ്സിൽ, ഫിക്സഡ് അസറ്റ്സിലൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, മെഷീനിൽ എന്തുമാത്രം വേണം, ബിൽഡിങ്ങിൽ എന്തുമാത്രം വേണം, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സെക്യൂരിറ്റീസ്, അങ്ങനെ പലതിലുമായിട്ട് എന്തുമാത്രം വേണം എന്ന് കൃത്യമായിട്ട് പഠിച്ച് തീരുമാനിച്ച് അതിൻ്റെ മേലൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ലോങ് ടേമും ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിന് നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയും. അതായത് ഫിക്സഡ് ആസറ്റ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതേസമയം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താ? ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ആവശ്യം ഉണ്ടാകുമല്ലോ എല്ലാ ദിവസവും. സോ അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡിസിഷന് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയും. ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫിനാൻസിങ് ഡിസിഷൻ എന്താണ്. ഇതിൻ്റെ ആ ഒരു മീനിങ് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു. സോ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് കിട്ടിയാലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ പറയുന്ന ഫണ്ട് എവിടെ നിന്നെല്ലാം എന്തുമാത്രം, എത്ര ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമ്മൾ റേസ് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്തുമാത്രം വേണം, ദെൻ എത്ര ലോൺ എടുക്കണം, എത്ര ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് വേണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ടോട്ടൽ മിക്സ് ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു തീരുമാനങ്ങൾ, അതിനെയാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫേമിൽ പ്രോഫിറ്റ് കിട്ടും അല്ലേ. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും ഷെയർ ഹോൾഡേഴ്സിന് എല്ലായ്പ്പോഴും ഒന്നും ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ല. കാരണം എന്താ? ഫേമിന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറച്ച് ഡിവിഡൻ്റായിട്ട്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായി കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഷെയറിന് ഡിവിഡൻഡ് എന്ന് പറയാം. സോ അവർക്ക് കുറച്ച് ഡിവിഡൻഡ് കൊടുക്കും, ബാക്കി എന്ത് ചെയ്യും? ബിസിനസ്സിൽ തന്നെ നിലനിർത്തും, ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ വേണ്ടിയിട്ട്. സോ അങ്ങനെ നിലനിർത്തുന്നതിനാണ് റീറ്റെയിൻഡ് ആണെങ്കിൽ അതിനെ പറയും. സോ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണം, എത്രമാത്രം പ്രോഫിറ്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആക്കി മാറ്റി വെക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതും മീനിങ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളൂ. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു പല രീതിയിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ. സോ ഇതിൻ്റെയൊക്കെ ആ ഒരു ടോട്ടൽ മിക്സിനെയാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇത് അതിലേ കണ്ടോ, പകുതിയിലും കൂടുതൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ഇഷ്യൂ ചെയ്താണ് അവർ ക്യാപിറ്റൽ എടുത്ത് റേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡിബഞ്ചർ,
കുറച്ച് പ്രിഫറൻസ് ഷെയർസ്, കുറച്ച് ലോൺ എടുത്തു. അങ്ങനെ പല പല രീതിയിൽ ബിസിനസ്സിലേക്ക് വേണ്ട ഫിനാൻസ് ഉണ്ടല്ലോ, ഫണ്ട് ഉണ്ടല്ലോ, അതെങ്ങനെയൊക്കെ നമ്മൾ കളക്ട് ചെയ്തെടുത്തു. കളക്ട് ചെയ്യുന്നതിനാണോ റേസ് ചെയ്യാന്ന് പറയാം. സോ അതെങ്ങനെയൊക്കെ കളക്ട് ചെയ്തെടുത്തു എന്നുള്ള ആ മിക്സ്, 50% ഇക്വിറ്റി, 10% ഡിബഞ്ചർ, 5% പ്രിഫറൻസ് ഷെയർസ്, 10% ലോൺ, അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടോട്ടൽ ക്യാപിറ്റലിന് പല പല രീതിയിലായിരിക്കും നമ്മൾ ഫണ്ട് റേസ് ചെയ്തെടുക്കുക. സോ അതിന് ആ മിക്സ് അല്ലെങ്കിൽ കോമ്പോസിഷനെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ചുമ്മാ ചിന്തിച്ചാൽ നമുക്ക് കിട്ടും അല്ലേ. അതായത് ലോൺ എടുക്കുന്നു, ലോൺ എന്തുമാത്രം വേണം, ഷെയർ ക്യാപിറ്റൽ എന്തുമാത്രം വേണം, ഡിബഞ്ചർ എന്തുമാത്രം വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഫസ്റ്റ് വൺ, ക്യാഷ് ഫ്ലോ എബിലിറ്റി ഫോർ സർവീസിങ് ദ ഡെറ്റ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ കടമെടുക്കുകയാണ്, ഡെറ്റും ബോറോഡ് ഫണ്ടിനെ കൂടി മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡെറ്റും ബോറോഡ് ഫണ്ടും അല്ല, ഡെറ്റും അതുപോലെ തന്നെ ഓണേഴ്സ് ഫണ്ടും. ഓണേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ബോറോഡ് ഫണ്ടായിട്ടുള്ള ലോൺ, ഡിബഞ്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നാണല്ലോ ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് നമ്മൾ ലോൺ പോലെയുള്ള കടം എടുത്ത് പൈസ കടം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പൈസ കടം എടുത്തതിൻ്റെ ഇൻട്രസ്റ്റും ദെൻ നമ്മൾ ലോണൊക്കെ എടുക്കണമെങ്കിൽ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചടയ്ക്കണോ അല്ലേ. ഇതൊക്കെ അടയ്ക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടോ, അതിനുള്ള സെയിൽസൊക്കെ ഫേമിൽ നടക്കുന്നുണ്ടോ, ക്യാഷ് വന്നും പോയൊക്കെ അതിന് മാത്രമുള്ളത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ ബിസിനസ്സിന് 1 ലക്ഷം രൂപയൊക്കെയാണ് ഇങ്ങനെ ക്യാഷ് ഫ്ലോ വരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ബിസിനസ് എടുത്ത ലോൺ പ്രകാരം, ക്യാപിറ്റൽ റേസ് ചെയ്ത പ്രകാരം ഒരു 5 ലക്ഷം രൂപയൊക്കെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ബിസിനസ് പെട്ടുപോകും അല്ലേ. ബിസിനസ്സിൽ എന്താ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള ഒരു ഈ പറയുന്നത് എന്താ, അങ്ങനെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോ എബിലിറ്റി ഇല്ല. സോ അങ്ങനെ ക്യാഷ് ഫ്ലോ എബിലിറ്റി, എടുത്ത കടത്തിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ അടയ്ക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ദെൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്രയുണ്ടെന്ന് നോക്കണം. ICR കാണാൻ എബിറ്റ് ബൈ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റും ടാക്സ് അടയ്ക്കുന്നതിന് മുന്നുള്ള ഏർണിങ്സ് ഉണ്ടല്ലോ, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അത് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ചെയ്താൽ ICR കിട്ടും. എന്തുമാത്രം ICR കൂടുന്നു അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ ഫേം ഏൺ ചെയ്യുന്ന ഏർണിങ്സ് നമ്മുടെ ഇൻട്രസ്റ്റ്, ഈ പറയുന്ന ലോണൊക്കെ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പാകത്തിനുള്ളതാണ് എന്നതാണ് ആ ഒരു ICR കാണിക്കുക. ദെൻ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ നോക്കണം. ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഫേമിൽ ഉണ്ടാകുന്ന ക്യാഷ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഡെറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും, അവർക്കും എന്ത് കൊടുക്കണം, നമ്മൾ ഈ പറയുന്ന ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. സോ 2 പേർക്കും കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള ഒരു എബിലിറ്റി, ക്യാഷ് പ്രോഫിറ്റ് നമ്മുടെ സ്ഥാപനത്തിനുണ്ടോ എന്നുള്ളത് നോക്കണം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണം. നമ്മളൊരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ആ ഒരു ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഓക്കെയാണ് അല്ലേ. കാര്യം ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ലോൺ എടുത്തിട്ടുണ്ട്, നമുക്കതിൽ 10% ഇൻട്രസ്റ്റ് പേ ചെയ്ത് പോകണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്നുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 15% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ 15% റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു 10% ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിന് ഫേമിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനേക്കാളും വലുതായിരിക്കണം, ഈ ഡെറ്റിൽ കടമെടുത്തതിൽ നമ്മൾ അടയ്ക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റ്, ചില സമയത്ത് ഈ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും ഇക്വിറ്റിനേക്കാളും കുറവായിരിക്കും. അതായത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമുക്കത് കൂടുതൽ കോസ്റ്റ് ആകുന്നുണ്ട്. പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും ചില സമയങ്ങളിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് കൂടുതൽ ഡെറ്റ് ആഡ് ചെയ്യാം, ബോറോഡ് ഫണ്ട് ആഡ് ചെയ്യാം. ദെൻ ടാക്സ് റേറ്റ് കുറയ്ക്കണം എന്നാണ് ആഗ്രഹമുള്ളതെന്നുണ്ടെങ്കിൽ എന്താ നല്ലത്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ബോറോഡ് ഫണ്ട് കൂടുതൽ വെക്കുന്നതാണ് നല്ലത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനേക്കാളും. കാരണം എന്താ, ഈ നമ്മൾ കടം എടുത്ത പൈസയ്ക്ക് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം അല്ലേ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറയ്ക്കാൻ പറ്റും. അത് കുറച്ചിട്ട് ബാക്കിയുള്ളതിൽ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ടാക്സ് ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നോക്കണം. കാരണം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക്, ആ ഒരു മിക്സിലേക്ക് നമ്മൾ കൂടുതൽ കടമെടുത്ത പൈസ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമിൻ്റെ ആ ഒരു റിസ്ക് അവിടെ കൂടുക. എന്തുകൊണ്ടാണ് റിസ്ക് കൂടുന്നത്, ഒരുപാട് ലോൺ എടുത്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ലോണിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കണ്ടേ. ഏതെങ്കിലും ഒരു വർഷം കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ഇല്ല, സെയിലില്ല എന്നുണ്ടെങ്കിൽ ഫേം ആകെ ബുദ്ധിമുട്ടിലായി പോകും അല്ലേ. ഇൻട്രസ്റ്റ് ബാങ്കിനോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇത്തവണ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ല, നഷ്ടമാണെന്നൊന്നും പറഞ്ഞ് ബാങ്ക് കേൾക്കില്ലല്ലോ. സോ അപ്പോൾ എന്ത് പറ്റും, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫിനാൻഷ്യൽ റിസ്ക് വരാം. ഫിനാൻഷ്യൽ റിസ്ക് വരുമ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് പേടിയാകും അല്ലേ, ഈ റിസ്ക് കൂടുമ്പോൾ. അപ്പോൾ
ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിട്ടേൺ കൊടുക്കേണ്ടി വരും. സോ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പരിധി വിട്ട് ഫേമിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് കടമെടുത്ത ഫണ്ടാണ്, ബോറോഡ് ഫണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? അത് ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതായത് ഓണേഴ്സ് ഫണ്ടിൻ്റെ കോസ്റ്റും കൂടാൻ കാരണമാകും. സോ ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യരുത്? ഡെറ്റ് നമ്മൾ യൂസ് ചെയ്യരുത്, കടം എടുക്കരുത്. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്താണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെങ്കിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ബ്രോക്കറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ? അപ്പോൾ എന്ത് പറ്റും? അവിടെ അങ്ങനൊരു കോസ്റ്റ് വരുന്നുണ്ട്. ആ കോസ്റ്റിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുമ്പോൾ വലിയ കോസ്റ്റും വരുന്നുണ്ടോ? ഇല്ല. സോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കണം. റിസ്ക് നോക്കണം അല്ലേ? പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്. സോ റിസ്ക്കും കൂടി കൺസിഡർ ചെയ്യണം. ഫ്ലെക്സിബിലിറ്റി, അതായത് മാനേജ്മെൻറ്റ് ഒക്കെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് കടമെടുക്കുന്നത്. കാരണം നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് വരും അല്ലേ? അപ്പോൾ അതിൽ നല്ലത് എന്താ? ഷെയർ ഹോൾഡേഴ്സ് വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ ആ ഒരു ഓണർഷിപ്പൊക്കെ പലരിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോകാം. സോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നം വരുന്നില്ലല്ലോ. കൺട്രോളിലും അത് തന്നെയാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് കൺട്രോളിൽ ഒരുപാട് പേരിലേക്ക് ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ട് പോകരുതെന്ന് ആഗ്രഹമെങ്കിൽ ലോൺ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്താൽ കൂടുതൽ ഓണേഴ്സ് വരാം. അപ്പോൾ വരുമ്പോൾ എന്ത് പറ്റും? ഇവരുടെ എല്ലാവരിലേക്കുമായിട്ട് ഒരു 10 ഷെയർ ഹോൾഡർ ഉള്ളതും 100 ഷെയർ ഹോൾഡർ ഉള്ളതും നമ്മൾ വ്യത്യാസം ഉണ്ടല്ലേ? മറ്റേത് 10 പേരിൽ മാത്രമായിട്ട് കൺട്രോൾ നിൽക്കും. ഇതാവുമ്പോഴോ 100 പേരിലായിരിക്കും കൺട്രോൾ നിൽക്കുന്നത്. ദെൻ അതുപോലെ തന്നെ സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ മറ്റുള്ള ഫേംസ് ഇതേ ഇൻഡസ്ട്രിയിൽ തന്നെ, ഇപ്പോൾ നമ്മുടെ ഏതൊരു ഷൂ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ഈ ഷൂ മാനുഫാക്ചറിങ് കമ്പനിയിൽ തന്നെയുള്ള മറ്റുള്ള ആളുകൾ, മറ്റുള്ള കമ്പനീസിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടി ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും എല്ലാം നമ്മൾ പറഞ്ഞു. സോ ഫോക്കസ് ഏരിയ പ്രകാരം ഇത്രയാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്